ഹായ് നമസ്കാരം. ഞാൻ അഡ്വക്കേറ്റ് ദീപു ഇന്ദിരാദേവി. ഇന്നത്തെ കാലഘട്ടത്തിൽ എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പ് ദിനംപ്രതി കൂടിക്കൂടി വരികയാണ്. മാരേജ് ഈസ് ദ ലൈസൻസ് ഫോർ എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പ് എന്ന് തന്നെ പറയാം. നമ്മുടെ സോഷ്യൽ മീഡിയയുടെ ഉപയോഗമൊക്കെ ഇപ്പോൾ കൂടി വരുന്നു, മൊബൈൽ ഫോണിൻ്റെ ഉപയോഗം, അതുപോലെ തന്നെ പൂർവ്വ വിദ്യാർത്ഥി സംഗമങ്ങളൊക്കെ നടക്കുന്നു. ഇങ്ങനെയുള്ള കുറേ സാഹചര്യങ്ങളാണ് എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പിലൊക്കെ പലരെയും വഴിതെളിക്കുന്നത്. അപ്പോൾ ഇതിനെതിരെ എന്തെങ്കിലുമൊക്കെ ലീഗൽ റെമഡി ഉണ്ടോ? ഇതിനു മുമ്പ് ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ അഡൾട്ടറി, വിവാഹേതര ബന്ധം ഇന്ത്യയിൽ ഒരു ക്രിമിനൽ കുറ്റമൊന്നുമല്ല, അതൊരു ഗ്രൗണ്ട് ഫോർ ഡിവോഴ്സ് ആയിട്ട് മാത്രം ഉപയോഗിക്കാൻ പറ്റുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ പിന്നെ എന്തെങ്കിലും ലീഗൽ റെമഡി ഉണ്ടോ വക്കീലെ? ഉണ്ടല്ലോ. ഇപ്പം നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കാമുകിമാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്കെതിരെ തീർച്ചയായിട്ടും ഒരു സിവിൽ സ്യൂട്ട് ഫയൽ ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഭാര്യമാർക്ക് കാമുകന്മാരുണ്ടെങ്കിലും പറ്റും. ഇത് രണ്ടും ഒരു ജെൻഡർ ഈക്വാളിറ്റി ഉള്ള രീതിയിലുള്ളൊരു നിയമമാണ്. അതുപോലെ നമുക്കൊരു സിവിൽ കേസിൽ നല്ലൊരു എമൗണ്ട് കോമ്പൻസേഷനൊക്കെ ചോദിക്കാൻ പറ്റും. ഏലിയനേഷൻ ഓഫ് ലവ് ആൻഡ് അഫെക്ഷനാണ് അവിടെ. ആ ഒരു ഭാര്യയ്ക്ക് കിട്ടേണ്ട ലവ് ആൻഡ് അഫെക്ഷനാണ് മറ്റൊരു സ്ത്രീക്ക് കിട്ടിയിരിക്കുന്നത്. തിരിച്ചും ഭർത്താവിന് കിട്ടേണ്ടത് ഭാര്യ മറ്റൊരു കാമുകനൊക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിലും ഏലിയനേഷൻ ഓഫ് അഫെക്ഷനൊക്കെയാണ്. അത്തരമൊരു കാറ്റഗറിയിൽ നമുക്കൊരു സിവിൽ സ്യൂട്ടൊക്കെ ഫയൽ ചെയ്ത് നല്ലൊരു എമൗണ്ട് കോമ്പൻസേഷനൊക്കെ ചോദിക്കാം. സ്ഥാവര ജംഗമ വസ്തുക്കളൊക്കെ ഈ കാമുകന്മാരുടെയോ കാമുകിമാരുടെയോ ഒക്കെ പേരിലുണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് കോടതി മുഖാന്തരം ഒരു ഇൻ്ററിം പെറ്റീഷനൊക്കെ ഇട്ട് അറ്റാച്ചൊക്കെ ചെയ്ത് എടുക്കാൻ പറ്റും. അപ്പം അതാണ് ഒരു ലീഗൽ റെമഡി. നമ്മുടെ ഡൽഹി ഹൈക്കോർട്ടിൻ്റെ ഒരു ഡിസിഷന് ശേഷമാണ് ഇത്തരത്തിലൊരു സിവിൽ കേസൊക്കെ ഫയൽ ചെയ്യാൻ സാധിക്കുന്നത്. ഹായ് നമസ്കാരം. ഞാൻ അഡ്വക്കേറ്റ് ദീപു ഇന്ദിരാദേവി. ഇന്നത്തെ കാലഘട്ടത്തിൽ എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പ് ദിനംപ്രതി കൂടിക്കൂടി വരികയാണ്. മാരേജ് ഈസ് ദ ലൈസൻസ് ഫോർ എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പ് എന്ന് തന്നെ പറയാം. നമ്മുടെ സോഷ്യൽ മീഡിയയുടെ ഉപയോഗമൊക്കെ ഇപ്പോൾ കൂടി വരുന്നു, മൊബൈൽ ഫോണിൻ്റെ ഉപയോഗം, അതുപോലെ തന്നെ പൂർവ്വ വിദ്യാർത്ഥി സംഗമങ്ങളൊക്കെ നടക്കുന്നു. ഇങ്ങനെയുള്ള കുറേ സാഹചര്യങ്ങളാണ് എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പിലൊക്കെ പലരെയും വഴിതെളിക്കുന്നത്. അപ്പോൾ ഇതിനെതിരെ എന്തെങ്കിലുമൊക്കെ ലീഗൽ റെമഡി ഉണ്ടോ? ഇതിനു മുമ്പ് ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ അഡൾട്ടറി, വിവാഹേതര ബന്ധം ഇന്ത്യയിൽ ഒരു ക്രിമിനൽ കുറ്റമൊന്നുമല്ല, അതൊരു ഗ്രൗണ്ട് ഫോർ ഡിവോഴ്സ് ആയിട്ട് മാത്രം ഉപയോഗിക്കാൻ പറ്റുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ പിന്നെ എന്തെങ്കിലും ലീഗൽ റെമഡി ഉണ്ടോ വക്കീലെ? ഉണ്ടല്ലോ. ഇപ്പം നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കാമുകിമാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്കെതിരെ തീർച്ചയായിട്ടും ഒരു സിവിൽ സ്യൂട്ട് ഫയൽ ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഭാര്യമാർക്ക് കാമുകന്മാരുണ്ടെങ്കിലും പറ്റും. ഇത് രണ്ടും ഒരു ജെൻഡർ ഈക്വാളിറ്റി ഉള്ള രീതിയിലുള്ളൊരു നിയമമാണ്. അതുപോലെ നമുക്കൊരു സിവിൽ കേസിൽ നല്ലൊരു എമൗണ്ട് കോമ്പൻസേഷനൊക്കെ ചോദിക്കാൻ പറ്റും. ഏലിയനേഷൻ ഓഫ് ലവ് ആൻഡ് അഫെക്ഷനാണ് അവിടെ. ആ ഒരു ഭാര്യയ്ക്ക് കിട്ടേണ്ട ലവ് ആൻഡ് അഫെക്ഷനാണ് മറ്റൊരു സ്ത്രീക്ക് കിട്ടിയിരിക്കുന്നത്. തിരിച്ചും ഭർത്താവിന് കിട്ടേണ്ടത് ഭാര്യ മറ്റൊരു കാമുകനൊക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിലും ഏലിയനേഷൻ ഓഫ് അഫെക്ഷനൊക്കെയാണ്. അത്തരമൊരു കാറ്റഗറിയിൽ നമുക്കൊരു സിവിൽ സ്യൂട്ടൊക്കെ ഫയൽ ചെയ്ത് നല്ലൊരു എമൗണ്ട് കോമ്പൻസേഷനൊക്കെ ചോദിക്കാം. സ്ഥാവര ജംഗമ വസ്തുക്കളൊക്കെ ഈ കാമുകന്മാരുടെയോ കാമുകിമാരുടെയോ ഒക്കെ പേരിലുണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് കോടതി മുഖാന്തരം ഒരു ഇൻ്ററിം പെറ്റീഷനൊക്കെ ഇട്ട് അറ്റാച്ചൊക്കെ ചെയ്ത് എടുക്കാൻ പറ്റും. അപ്പം അതാണ് ഒരു